നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയ കേസിലെ ഇടപാടുകൾക്കായി സംഘം യമനിൽ എത്തിയത് ഗൾഫിൽ നിന്ന്. ചാണ്ടി ഉമ്മൻ മുൻകൈയെടുത്താണ് വ്യവസായ പ്രമുഖരുടെ സഹായത്തോടെ പ്രതിനിധി സംഘം പോയത്. എന്നാൽ സംഘത്തിൽ ആർക്കെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വൃത്തങ്ങൾ പറഞ്ഞു. തങ്ങളുടെ പ്രതിനിധികളെ യമനിൽ അയക്കാൻ നൽകിയ അപേക്ഷ കേന്ദ്ര സർക്കാർ നിരസിച്ചിരുന്നു. ഗൾഫിൽ നിന്നുള്ള സംഘത്തിൽ ഇന്ത്യൻ പൗരന്മാരുണ്ടെങ്കിൽ അവരെ തടയണമെന്ന് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. മോചന ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ നയതന്ത്ര മധ്യസ്ഥ സംഘത്തിന് അനുമതി തേടി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന് ഗൾഫിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ശശ്വതി ആര്യ നൽകിയ മറുപടിയിലാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബമോ കുടുംബം ചുമതലപ്പെടുത്തുന്നവരോ ആകണമെന്ന് വ്യക്തമാക്കിയത്. ഈ മറുപടിക്ക് വിരുദ്ധമാകും ഇന്ത്യക്കാർ ആരെങ്കിലും ചർച്ചകൾക്കായി യമനിൽ പോയാലെന്നും ആക്ഷൻ കൗൺസിൽ വൃത്തങ്ങൾ പറഞ്ഞു. മധ്യസ്ഥ ചർച്ചകൾക്കായി ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളായി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ, KR ട്രഷറർ കുഞ്ഞമുഹമ്മദ്, കൂരാച്ചുണ്ടി എന്നിവരുൾപ്പെടുന്ന സംഘത്തിനെ യമനിലേക്ക് അയക്കണമെന്നാണ് കൗൺസിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഈ സംഘത്തിൽ മർക്കസ് പ്രതിനിധികളായ ഡോക്ടർ ഹുസൈൻ സഖാഫി, ഹാമിദി എന്നിവരാണ് കൗൺസിൽ നിർദ്ദേശിച്ചിരുന്നത്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന 2 ഉദ്യോഗസ്ഥരും സംഘത്തിൽ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുരക്ഷ സംബന്ധിച്ച ആശങ്കയും ചർച്ച നടത്തേണ്ടത് കുടുംബമാണ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ യമൻ സന്ദർശനാനുമതി നിഷേധിച്ചിരുന്നത്.